ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന IVF പ്രോസസ്സിൽ എത്ര എംബ്രിയോസ് വരെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. ഇപ്പോൾ പല സെൻറ്റേഴ്സും ഇപ്പോൾ IVF സെൻറ്റേഴ്സും എല്ലാം ബിസിനസ്സാണ്, കൂണ് പോലെ മുളച്ചു പോകുന്ന സെൻറ്റേഴ്സുകളുണ്ട്. എന്നാൽ അപ്പോൾ ചിലയിടത്തെങ്കിലും സക്സസ് റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി എംബ്രിയോസ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കാണാറുണ്ട്. അപ്പോൾ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴായിരിക്കും സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇംപ്ലാന്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവ് പ്രഗ്നൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ റിസൾട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കൂടുതൽ എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണപ്പെടാറുണ്ട്. എന്നാൽ ഒരു നോർമലായിട്ട് എത്ര എംബ്രിയോസിനെ വരെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, നമുക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ഉള്ള തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ വീഡിയോ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പല ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ചിലപ്പോൾ മിസ്സായെന്ന് വരും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസ് എല്ലാം ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. IVF പ്രോസസ്സിൽ സാധാരണയായിട്ട് ഗുഡ് എംബ്രിയോസ് ഒക്കെ ആണെങ്കിലും അല്ല പേഷ്യൻ്റിൻ്റെ ഏജ് കുറവാണെങ്കിലും 2 എംബ്രിയോസ് ആണ് നോർമലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നല്ലത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 3 എംബ്രിയോസ് വരെ ട്രാൻസ്ഫർ ചെയ്യാം. നോർമലി 2 to 3 എംബ്രിയോസ് ആണ് ഒരു ഒട്ടുമിക്ക നല്ല സെൻറ്ററുകളിൽ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇംപ്ലാന്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ചിലരുടെ കേസിൽ 2 ഇംപ്ലാന്റ് ചെയ്യാം. 3 ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 3 ഇംപ്ലാന്റ് ചെയ്യാം. അപ്പോൾ ട്രിപ്ലെറ്റ്സ് വരെ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ എംബ്രിയോനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എംബ്രിയോ ഉണ്ടായി ആ ഒരെണ്ണം തന്നെ 2 സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഐഡൻറ്റിക്കൽ ട്വിൻസ്. അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ കേസിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത എംബ്രിയോ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ആയിരിക്കും. ഇപ്പോൾ 2 എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും 2 ഒരെണ്ണം സ്പ്ലിറ്റ് ചെയ്താൽ 3 എംബ്രിയോസ് ആയി. അപ്പം 3 ട്രിപ്ലെറ്റ്സ് ആയി. അപ്പോൾ ഇനി 2 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 4 ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മോഡറേറ്റ് കേസിൽ 2 to 3 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാറ്. പിന്നെ IVFിൻ്റെ കേസിൽ എംബ്രിയോസിൻ്റെ എണ്ണത്തിനെക്കാട്ട് പ്രധാനം എംബ്രിയോസിൻ്റെ ക്വാളിറ്റിയാണ്. നല്ല ഗുഡ് ക്വാളിറ്റി എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ എംബ്രിയോസ് ജനറ്റിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ യൂട്രസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലൈനിങ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എംബ്രിയോ എന്തായാലും ഇംപ്ലാന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 2 to 3 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നല്ലത്. ഇനിയല്ല നമുക്ക് ഇനിയിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു ഇപ്പോൾ ഇനിയിപ്പോൾ സ്പ്ലിറ്റപ്പ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. നമ്മൾ 2 ട്രാൻസ്ഫർ ചെയ്ത് ട്വിൻസ് ആണ് പ്രഗ്നൻസി എങ്കിൽ അതായത് നോർമലി ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 40 വീക്ക് വരെ യൂട്രസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഗുഡ് പ്രഗ്നൻസി ആയിട്ട്. അതായത് കുട്ടി പൂർണ്ണ വളർച്ചയെത്തി ജനിക്കുന്നത്. എന്നാൽ ട്വിൻസ് ആകുമ്പോഴത്തേക്കും 40 വീക്സ് വരെ പോകത്തില്ല, ചിലപ്പോൾ 36 വീക്സ് വരെയൊക്കെ ആയിരിക്കും പോവുക. ട്രിപ്പിൾസ് ആകുമ്പോൾ ചിലപ്പോൾ 32 വീക്സ് ആയിരിക്കും. അല്ല മൾട്ടിപ്പിൾ ബർത്ത് ആണെങ്കിൽ അതിലും കുറവ് ആഴ്ച മാത്രമേ കുട്ടിയുടെ അത്ര വരെ നമുക്ക് യൂട്രസിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി വരും. അതായത് പ്ലാസൻ്റയിൽ നിന്ന് കുട്ടിക്ക് ആവശ്യമുള്ള ഓക്സിജനും ഫുഡും എല്ലാം കിട്ടുന്നത്. അപ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും വഴി പ്ലാസൻ്റ വഴി കൊടുത്ത് മുന്നോട്ട് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് യൂട്രസിനൊരു കഴിവുണ്ട്. അപ്പോൾ യൂട്രസിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നോർമലി ഒരു സിംഗിൾ ബേബി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 വീക്ക് വരെ ക്യാരി ചെയ്യാൻ പറ്റും. യൂട്രസിൻ്റെ കപ്പാസിറ്റി അതിന് മൾട്ടിപ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 6 മന്ത്സിൽ 7 മന്ത്സിലൊക്കെ ഡെലിവറി ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നീടുള്ള കുട്ടിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്യുബേറ്ററിലായിരിക്കും. അപ്പോൾ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ്. നമ്മുടെ യൂട്രസിൻ്റെ അകത്ത് കിട്ടുന്ന നമ്മളെല്ലാം പുറത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും യൂട്രസിൻ്റെ അകത്ത് ഒരു ദിവസം കൂടുതൽ എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. നമ്മുടെ അത്രയും സേഫ്റ്റി, കുഞ്ഞിന് ആവശ്യമുള്ള ഫുഡ്, കുഞ്ഞിൻ്റെ ബുദ്ധിവളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് യൂട്രസിൻ്റെ അകത്തു നിന്നാണ്. ഇനി നേരത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നേരത്തെ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുട്ടിയുടെ ഏറ്റവും പ്രധാനമാണ് കുട്ടിയുടെ ലങ്സ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ലങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് റെസ്പിറേറ്ററി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ലങ്സ് വളർച്ച എത്താൻ വേണ്ടിയിട്ട് ലങ്സ് വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ കുട്ടിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റസ്റ്റൈൻ പൂർണ്ണമായിട്ട് വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ബ്രസ്റ്റ് മിൽക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട്
ഡൈജഷനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ട് നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പുറത്തുനിന്ന് നമുക്ക് എല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. യൂട്രസിൻ്റെ അകത്ത് കിട്ടുന്ന അത്രയധികം പ്രൊട്ടക്ഷൻസ് പുറത്ത് എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എത്രത്തോളം പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയുമാണ് ഡോക്ടേഴ്സ് എല്ലാം ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു സിംഗിൾ പ്രഗ്നൻസി തന്നെയായിരിക്കും നല്ലത്. ടീൻ പ്രഗ്നൻസി ഓക്കെ, നോട്ട് ബാഡ്. ഒറ്റ സ്ട്രെച്ചിന് രണ്ട് ബേബി നമുക്ക് കിട്ടും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും 2 to 3 ആണ് ചെയ്യാറുള്ളൂ. പിന്നെ കുഞ്ഞിന് മാത്രമല്ല, ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആകുമ്പോൾ അമ്മയ്ക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, മിസ്കാരേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ടിൻസ് ആകുമ്പോൾ ടിൻസ് ടു ട്രാൻസ്ഫർ സിൻഡ്രോം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡോക്ടേഴ്സ് ഇതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒരു 2 to 3 എംബ്രിയോസ് വരെ ട്രാൻസ്ഫർ ചെയ്താൽ മതിയാകും. അതാണ് നോർമലി ഒരു പാറ്റേൺ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കഴിഞ്ഞ ട്രാൻസ്ഫറിൽ ഞാൻ 2 എംബ്രിയോസ് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ലാസ്റ്റ് നിമിഷം എനിക്കൊരു എൻ്റെ ബ്ലാസ്റ്റോസിസ്റ്റ് അവിടെ ഇരിപ്പുണ്ടാവും. സീക്വൻഷ്യൽ ട്രാൻസ്ഫർ ആയിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി പക്ഷേ അത് ഉപേക്ഷിക്കുകയാണത്. കാരണം എൻ്റെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞു, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അത് മൂന്നെണ്ണം കൂടി ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ക്യാരി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അമ്മയ്ക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഞാൻ വളരെ ലോ വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഫൈനലി അത് ഉപേക്ഷിച്ചിട്ട് പോയൊരു ഇതാണ്. ഡോക്ടറെ ആ ഒരു കൺസേൺ ഡോക്ടറിനുണ്ടായിരുന്നു. അപ്പം പല ഡോക്ടേഴ്സും ആ ഒരു കൺസേൺ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ റിസ്ക്കും കൂടുതലാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഡോക്ടർ കൂടുതൽ എംബ്രിയോസ് 4 ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ഡോക്ടറോട് സംസാരിച്ച് കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്ത് വീഡിയോ എത്രയുള്ളൂ, അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.